മാൻ യുണൈറ്റഡ് ഈസ് ബാക്ക്. അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് നിലവിൽ അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം 2-1 ഒരു കിടിലൻ കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഫാൻസ് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. കാരണം അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് റീസെന്റ് ആയിട്ട് കണ്ടുവരുന്നത്. ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. നിലവിലെ പെർഫോമൻസ് എന്താ പറയാ, ഒരു കിടിലനാണെന്ന് വേണമെങ്കിൽ പറയാം. എവിടെയോ കിടന്നിരുന്ന വെച്ച ടീമാണ്, 12ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്ന് ഒരു കരകയറ്റവും ഇല്ലാത്ത ടീമിനെയാണ് ക്യാരിക്ക് എടുത്ത് നിലവിൽ പൊക്കിയേക്കണ. ഒരു ഫ്രസ്ട്രേഷൻ ടൈമിലൂടെയാണ് യുണൈറ്റഡ് ഫാൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നൗ ഇപ്പോൾ അത് ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാം ക്രെഡിറ്റ് ഒരേ ഒരാൾക്ക് മാത്രമാണ്, മൈക്കിൾ ക്യാരിക്ക്. പുള്ളി അതുപോലെയാണ് ടീമിനെ നിലവിൽ ക്യാരി ചെയ്യണത്. ഒരു കളി പോലും തോറ്റിട്ടില്ലെന്നുള്ളതാണ് ക്യാരിക്ക് വന്നതിന് ശേഷം. സോ റെസ്പെക്ട് ഫോർ ക്യാരിക്ക്. ആൾ അതുപോലെ ക്യാരി ചെയ്യുന്നുണ്ട് ആ ഒരു ടീമിനെ, കിടിലിനായിട്ട് എന്താ പറയാ മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സെയിം ടീം വെച്ച് തന്നെയാണ് പുള്ളി ഇപ്പോ നിലവിൽ ടോപ്പ് 4 എത്തിക്കുന്നത്. യൂറോപ്പിൽ എന്താ പറയാ ഒരു അൺബീറ്റൻ റൺ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ഇറ്റ്സ് പാർട്ടി ടൈം. അതേപോലെയാണ് പുള്ളി ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേന്ന് പറയാം. ടോപ്പ് 4 ഉറപ്പിക്കാം. കാരണം അതുപോലത്തെ പെർഫോമൻസ് ആണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടാണ് ക്രിസ്റ്റൽ പാലസിന്റെ ആ ഒരു സെന്റർ ബാക്കിന്റെ ഗോള്, എന്താ പറയാ അതൊരു ഷിറ്റ് ഗോളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം യോറോന്റെ ഡിഫെൻഡിങ് എന്താ ഒട്ടും സെറ്റ് ആയിരുന്നില്ല. ഒരു ഷിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആള് ഒട്ടും മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പ്ലെയറിനെ. അതിനുശേഷം മാറുമെന്നാണ് വിചാരിച്ചത് കളി മൊത്തത്തിൽ. പക്ഷെ ആളുടെ റെഡ് കാർഡ്, സെയിം പ്ലെയർക്ക് തന്നെ റെഡ് കാർഡ് കിട്ടി. സോ അങ്ങനെ യുണൈറ്റഡ് പതിയെ കളിയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ യുണൈറ്റഡ്. പിന്നെ ബ്രൂണോന്റെ പെനാൽറ്റി, ബ്രൂണോ അത് മുതലാക്കി ഗോളാക്കി എന്നുള്ളതാണ്. ആളുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതുണ്ട്. ആ ഒരു എന്താ റെഡ് കാർഡ് ഇൻസിഡന്റ് ഒക്കെ നമ്മൾ കണ്ടാണ്. മാത്യൂസ് കുഞ്ഞ എന്താ വലിച്ചിട്ടത്, അത് വാർഷക്ക് ചെയ്തിട്ടാണ്. അത് സോഫ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബിഹൈൻഡ് ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു എന്താണ് പിന്നീട് വാർഷക്ക് ചെയ്ത് അത് റെഡ് കാർഡ് ആക്കി മാറ്റിയത്. അതിലൊരു കുഞ്ഞ ബ്രില്യൻസ് ഉണ്ട്, അത് നമുക്ക് കണ്ടാൽ അറിയാം. കുറച്ചൊക്കെ ആളുടെ അഭിനയം വരുന്നു. പക്ഷെ ആ ഒരു പെനാൽറ്റി ടീമിന് അത്രയും ഗുണം ചെയ്തു. ബ്രൂണോ അത് കിടിലനായിട്ട് തന്നെ എടുത്തു എന്നുള്ളതാണ്. സോ അടുത്ത ആ ഒരു ഗോള് സസ്കോന്റെ ഭാഗത്തു നിന്നാണ്. യുണൈറ്റഡിന് വേണ്ട എന്താ പറയാ ഒരു പെർഫെക്റ്റ് നമ്പർ 9 നിലവിൽ യുണൈറ്റഡിൽ ഉണ്ടെന്നുള്ളതാണ്. അതുപോലത്തെ പെർഫോമൻസ് ആണ് റീസെന്റ് ടൈമിൽ ആൾ നടത്തുന്നത്. ബ്രൂണോന്റെ ആ പാസ് ആണെങ്കിലും ആ സെക്കൻഡ് ബോൾ വന്ന് അവിടെ നിന്ന് കൊടുത്ത ക്രോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആളുടെ ഹെഡർ ആണെങ്കിലും യുണൈറ്റഡ് ഫാൻസ് ഒക്കെ എന്താ പറയാ ആ ഒരു എക്സ്പെക്ട് ചെയ്ത തരത്തിലുള്ള ആ ഒരു ഗോളുകളാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു കിടിലൻ നമ്പർ 9 നിലവിൽ യുണൈറ്റഡിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. സെസ്കോ ഒരു എന്താ പറയാ ഒരു ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബ്രൂണോന്റെ പെർഫോമൻസ് ബാക്ക് ടു ബാക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ആളാണ് ടീമിനെ ക്യാരി ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും അസിസ്റ്റും അതുപോലെ തന്നെ ചാൻസ് ക്രിയേഷനും എല്ലാം പുള്ളിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ ഒരു ഗോൾ പ്ലസ് അസിസ്റ്റ് നോക്കിയാൽ കാണാം ഒരു മിഡ്ഫീൽഡർ അത്രയും കിടിലൻ എന്താ പറയാ എഫക്റ്റ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ടീമിലേക്ക്. ഫുൾ ക്രിയേറ്റിവിറ്റിയിലാണെങ്കിൽ പ്രീമിയർ ലീഗിൽ പുള്ളിയാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത്. ബ്രൂണോന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ക്രോസ് ആണെങ്കിലും അതുപോലെ തന്നെ സെസ്കോന്റെ ആ ഒരു ഹെഡർ ആണെങ്കിലും ആ ഒരു എന്താ പറയാ ഒരു പെർഫെക്റ്റ് ആ ഒരു കോംബോ കാണാൻ പറ്റി എന്നുള്ളതാണ്. സോ എന്താ പറയാ ലൈഫ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞ പോലെ യുണൈറ്റഡ് ഫാൻസിന്റെ ലൈഫ് ആകെ മാറി എന്ന് പറയാം ക്യാരിക്ക് വന്നതിന് ശേഷം. സോ ബാക്ക് ടു ബാക്ക് ആ ഒരു വിന്നിങ് ഡേയ്സ് കിട്ടുന്നുണ്ട്. അവർ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം നല്ലതാണെന്ന് പറയാം. കാരണം ടോട്ടലി ടീം മാറിയിട്ടുണ്ട്. ഇപ്പൊ ടോപ്പ് 3 എത്തി എന്നുള്ളതാണ്. ടോപ്പ് 4 പോലും കയറാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന വെച്ചാണ്. സോ യുണൈറ്റഡ് ആർ ബാക്ക് എന്ന് പറയാം. അടുത്ത മാച്ചിന് വേണ്ടി എന്തായാലും ഫാൻസ് എക്സൈറ്റഡ് ആയിരിക്കും.